നമസ്കാരം. പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം. വളരെ മനസ്സ് വേദനിപ്പിക്കുന്നൊരു ദുഃഖവാർത്തയാണ് സിനിമാ പ്രേമികളെ തേടി ഇന്നലെ എത്തിയത്. നമ്മുടെ പ്രിയതാരമായ കലാഭവൻ നവാസ് അന്തരിച്ചു. മലയാളികളുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. പ്രകമ്പനം എന്ന സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കി ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇതേ ഹോട്ടലിൽ തന്നെയാണ് നവാസ് താമസിച്ചിരുന്നതും. റൂം വെക്കേറ്റ് ചെയ്തിട്ടും നവാസിനെ കാണാനില്ലെന്നത് കണ്ട് അന്വേഷിക്കാൻ എത്തിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന നവാസിനെ കാണുന്നത്. കലാഭവൻ നവാസ് റൂമിലെ വാതിലിനരികിൽ വീണുകിടക്കുകയായിരുന്നുവെന്നും റൂം ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെന്നും ഹോട്ടൽ ജീവനക്കാരൻ വ്യക്തമാക്കുന്നു. കലാഭവൻ എന്ന സ്ഥാപനത്തിലൂടെ നൂറുകണക്കിന് കലാകാരന്മാർ ജനിച്ചു. അവരിൽ ഒരാളായിരുന്നു നവാസും. ഹാസ്യത്തിന്റെ പരമാവധി നൽകുവാനും നമുക്ക് ഓരോ മുഹൂർത്തവും ഓർക്കുവാനുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുവാനും നവാസിനായി എന്ന് തന്നെ പറയണം. നവാസ് മരണത്തിന് കീഴടങ്ങുന്നതിന് ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത്. അദ്ദേഹം പറഞ്ഞതിങ്ങനെ: ഈ നിമിഷം ഞാൻ എൻ്റെ വീട്ടിലെത്തുമെന്ന് ഉറപ്പില്ലാത്തൊരു നിസ്സഹായരായ മനുഷ്യരാണ് നമ്മൾ. ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം വെളുത്തു എന്ന് തന്നെ പറയാം. ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്ന് എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എന്നെ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളുമൊക്കെ മക്കളെ പഠിപ്പിക്കണം, തിരിച്ചറിവുണ്ടാക്കണം. നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നും കലാഭവൻ നവാസ് പറയുന്നു. കൂടാതെ ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വീടെത്തണമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു, പക്ഷേ ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയുമില്ല നമ്മുടെ ജീവിതത്തിൽ. അത്രയുള്ളൂ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എത്രമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്നതൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്നും അദ്ദേഹം പറയുന്നു. നമ്മുടെ ചെറുതും വലുതും എല്ലാ വേദികളിലും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിന്നൊരു ശബ്ദം, ആ ചിരി, അതാണ് കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ശാന്തി നമുക്കും നേരാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അണിയറയിലെ പ്രേക്ഷകരെ പോലെയുള്ളവർക്കും ആഴത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നു. വരും നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം.